ദൈവ പൈതലിനെ പൈശാചിക മണ്ഡലങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇന്ന് രാത്രി പ്രാർത്ഥനയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്തോത്രം പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് എന്തു പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്ത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് സ്തോത്രം ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. ഇന്ന് രാത്രി അതിനാധാരമായി മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 തുടങ്ങിയുള്ള ചില വാക്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഇവിടെ വായിക്കുന്നു. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. യേശു പ്രാർത്ഥനയ്ക്ക് പറഞ്ഞൊരു മാതൃകയാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. സ്തോത്രം. ഇതിനകത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയുടെ ശക്തി എന്ത് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്തിൽ ഇത് ആരംഭിക്കുന്നത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. സ്തോത്രം എന്ന് പറയുമ്പോൾ പല വണ്ണമുള്ള പ്രാർത്ഥനകളുണ്ട്, പല രീതികളിലുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യേശു പറയും നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. പല രീതികളിൽ, പല ശൈലികളിൽ, പല വാക്കുകൾ ഉപയോഗിച്ച് പല രീതികളിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ പല വണ്ണമുള്ള പ്രാർത്ഥനയുള്ളപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. എന്നിട്ട് യേശു പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്ന കാര്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താ വാക്കിന്റെ അർത്ഥം? പ്രാർത്ഥന കേൾക്കുന്നവൻ അപ്പനായിരിക്കണം, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കുന്നവന്റെ മകനായിരിക്കണം. ശ്രദ്ധിക്കണേ, പ്രാർത്ഥന കേൾക്കുന്നവൻ അപ്പനായിരിക്കണം. സ്തോത്രം. നാം പ്രാർത്ഥന കേൾക്കുന്നവന്റെ മകനായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി സ്തോത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം പ്രാർത്ഥന കേൾക്കുന്നവന്റെ മകനായിരിക്കണം നമ്മൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധമാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമെന്നുള്ള ഏറ്റവും വലിയ ഉറപ്പ്. സ്തോത്രം. ആ ബന്ധമാണ്. പല വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. എഫേസ്യ ലേഖനം 3:14 പൗലോസ് പറയുകയാണ്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. സ്തോത്രം. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. നീ എവിടെയാണ് മുട്ടുകുത്തുന്നത്? പിതാവിന്റെ മുമ്പിലാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പോടെ പറയാൻ കഴിയും, ഞാൻ മുട്ടുകുത്തുന്നത് സ്തോത്രം അമ്മ അച്ഛന്റെ മുമ്പിലല്ല, ഉപ്പാപ്പന്റെ മുമ്പിലല്ല, സ്തോത്രം രക്തബന്ധങ്ങളുടെ മുമ്പിലല്ല, എനിക്കൊരു പിതാവുണ്ട്. അതിൽ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഉദയവനായ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ മുട്ടുകുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ മുട്ടുകുത്തുന്നത് നമ്മുടെ അപ്പന്റെ മുമ്പിലാണെങ്കിൽ, നമ്മുടെ പിതാവിന്റെ മുമ്പിലാണെങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ലോകത്തിൽ ഒരുത്തന്റെയും മുമ്പിൽ മുട്ടുകുത്തുവാൻ ഈ പിതാവ് നമ്മെ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് ആ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. മുട്ടുകുത്തേണ്ടി വരത്തില്ല. സ്തോത്രം. നമ്മൾ മുട്ടുകുത്തുന്നത് നമ്മുടെ പിതാവിന്റെ മുമ്പിലാണെങ്കിൽ, മനുഷ്യന്റെ മുമ്പിലാകരുത്, രക്തബന്ധങ്ങളുടെ മുമ്പിലാകരുത്,
സ്തോത്രം. ദൈവം നമ്മുടെ പിതാവായി തീർന്നെങ്കിൽ ആ പിതാവിന്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പു തരാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവം. ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇതിനകത്ത് ഒരു ദൂത് പറയാം. സ്തോത്രം. നാം മുട്ടുകുത്തുന്നത് നമ്മുടെ അപ്പന്റെ മുമ്പിലാണെങ്കിൽ, നാം മുട്ടുകുത്തുന്നത് സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ നമ്മുടെ പിതാവിന്റെ മുമ്പിലാണെങ്കിൽ മറ്റൊരുവന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച പലതിനും മറുപടി കിട്ടിയില്ലെന്ന് കരുതി ഇന്ന് രാത്രി ഭാരപ്പെടുവാനല്ല. നിനക്കൊരു ഉറപ്പ് വേണം. ഞാൻ മുട്ടുകുത്തിയത് എന്റെ പിതാവിന്റെ മുമ്പിലാണെങ്കിൽ എന്റെ പിതാവ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ സെക്കരിയാവ്, എലിസബത്ത് എന്ന് പറയുന്ന രണ്ടു പേര്, അവർക്കൊരു തലമുറയില്ലായിരുന്നു. ഏകദേശം എത്ര വർഷങ്ങളാണ് അവരതിനു വേണ്ടി പ്രാർത്ഥിച്ചത്. അവർക്ക് എന്തുകൊണ്ട് മറുപടി വൈകി? എന്തുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയി? എന്തുകൊണ്ട് മാസങ്ങൾ കടന്നുപോയി? എന്തുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകിയത്? സ്തോത്രം. അവരെ പറ്റി ലൂക്കോസ് 1:1 പറയുന്നത് ഇങ്ങനെയാണ്: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എലിസബത്ത് മച്ചിയാകൊണ്ട് അവക്ക് സന്തതിയില്ലായിരുന്നു. ശ്രദ്ധിക്കണം. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവര്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ധൂപം കാട്ടുന്ന ഒരു ഭവനം, ദൈവസന്നിധി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ഭവനം ഇന്ന് സമൂഹത്തിന്റെ മധ്യ ഒരു നിന്ദാപാത്രമായി കിടക്കുകയാണ്. ആ ഭവനം സമൂഹത്തിന്റെ നടുവിൽ ഒരു പരസ്യ കാഴ്ചയായി നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനെ, എലിസബത്തിനെ ആളുകൾ പരിഹസിച്ച് വിളിച്ചത് മച്ചി എന്ന് പരിഹസിച്ച് വിളിച്ചു. നിങ്ങൾ ചിന്തിക്കണേ, പ്രാർത്ഥിക്കുന്ന ഒരു വീട്, സകല കൽപ്പനകളും പ്രമാണിക്കുന്ന ഒരു കുറ്റമില്ലാത്ത ജീവിക്കുന്ന ഒരു ഫാമിലി, ദേശത്തിന്റെ നടുവിൽ നിന്നയായി കിടക്കുക, പരസ്യ കാഴ്ചയായി നിൽക്കുന്നു. മച്ചി എന്ന പരിഹാസ വാക്ക് അവൾ കേൾക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന കാലം. യഹൂദന്റെ പാരമ്പര്യമനുസരിച്ച് വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഒരു മച്ചിക്ക് രംഗത്ത് വരുവാൻ പറ്റത്തില്ല. അബ്രഹാം അവന്റെ വീട്ടിൽ ദൂതന്മാർ ചെന്നപ്പോ സാറ എന്തുകൊണ്ട് മറഞ്ഞു നിന്നു? യഹൂദന്റെ പാരമ്പര്യമനുസരിച്ച് മക്കളില്ലാത്ത ഒരുവൾ രംഗത്തു വരുവാൻ, സ്തോത്രം, അവിടെ പാരമ്പര്യം വിലക്കി. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ ചെന്നപ്പോൾ സാറ മറഞ്ഞു നിന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആ സാറായോട് ചെന്ന ദൂതൻ ഒരു ദൂത് പറഞ്ഞു, സാറായെ എന്ന് വിളിച്ചിട്ട്. എന്താ പറഞ്ഞറിയാമോ? അടുത്തയാണ്ട് ഈ സമയമാകുമ്പോൾ ഈ ഒരു തലമുറയെ അണച്ചിരിക്കും. എന്നറിയാമോ? ഇന്ന് വരെ രംഗത്ത് വരാൻ കഴിയാതെ, ഇന്ന് വരെ പുറത്തിറങ്ങാൻ കഴിയാതെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, റൂമുകൾക്കകത്ത് അടയ്ക്കപ്പെട്ടിരുന്ന നിന്നെ അടുത്തയാണ്ട് ഈ സമയം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, രംഗത്ത് കൊണ്ടുവരത്തില്ലെന്ന്, പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൂതന് പറയാനൊരു ദൂതുണ്ട്. അടുത്തയാണ്ടിൽ സ്തോത്രം, സാറായിയെ നിന്നെ പുറത്തു കൊണ്ടുവരും. ഇവിടെ ഒരു കുടുംബം, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം നിന്ദിക്കപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം പരിഹസിക്കപ്പെടുന്നു. ആളുകൾ ചോദിക്കും, ഈ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഉപവസിച്ചിട്ട് എന്ത് പ്രയോജനം? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു മറുപടിയില്ലല്ലോ, ഒരു വിടുതലില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, സെക്കരിയാവും എലിസബത്തും മുഴങ്കാൽ മടക്കിയത്
സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ, ഞാൻ ആ വാക്യങ്ങളൊന്നും ഇന്ന് രാത്രി വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു ദിവസം ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, സെഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ നീ നിന്ദിക്കപ്പെടുവായി, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് കൊണ്ട് നീ പരിഹസിക്കപ്പെടുകയായിരിക്കും. എന്നാൽ ഇന്ന് ഈ രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ഒരു ദിവസം നിന്റെ അടുക്കൽ ദൂതന്റെ പ്രത്യക്ഷതയുണ്ട്. നീ സേവിക്കുന്ന നിന്റെ ദൈവം, നീ ആരുടെ മുമ്പിൽ മുട്ടുകുത്തിയോ ആ ദൈവം നിന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നൊരു ശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കാൻ സമയമായെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ആലോചന പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ നിന്ദിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ദൈവ പൈതലെ, നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുമ്പോൾ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന്റെ മറുപടി സെഖരിയാവ് പറഞ്ഞത് നമുക്കറിയാം. ഞങ്ങൾ വൃദ്ധരായി. ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കോസ് 1:37 ദൂതൻ മറുപടി പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ലോക്ക്ഡൌണിന്റെ കാലമാണ് ഇത്. കൊറോണ വൈറസ് വ്യാപിച്ച് ആളുകൾ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന കാലമാണ്. കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുകയാണ്, കാര്യങ്ങൾ വളരെ പ്രതികൂലത്തിലോട്ട് പോകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഈ കാലങ്ങളിൽ മറുപടി കിട്ടുമോ എന്ന് നീ ചോദിച്ചാൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ലൂക്കോസ് 1:37 അടിവരയിടണം. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷാമകാലത്ത്, ഈ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന് കഴിയും. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും ഇന്ന് രാത്രി അസാധ്യമല്ല. ഒരു കാര്യം അസാധ്യമല്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് ഏറ്റു പറയാൻ പറയും, എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഈ പ്രതികൂല കാലഘട്ടത്തിൽ, ഈ ക്ഷാമകാലത്ത് എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം മറുപടി നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആളുകൾ പറയും ഇപ്പോഴൊന്നും നടക്കത്തില്ല. ഇപ്പം ഈ പകർച്ചവ്യാധിയുടെ കാലമാണ്, COVID-19 കാലമാണ്, എല്ലാവരും വലിയ പ്രതിസന്ധിയില്ല, എല്ലാവരും വലിയ ബുദ്ധിമുട്ടിക്കൂടെ പോകുക, ഇപ്പോഴൊന്നും നടക്കുകയില്ല എന്ന് ജനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാറുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ നിന്ന് എന്ന് നിലനിൽക്കത്തില്ല. നീ എന്നും പരിഹാസം കേൾക്കേണ്ടി വരത്തില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ നിന്റെ മുമ്പിൽ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിച്ചാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ഏറ്റെടുക്കുക ദൈവസന്നിധിയിൽ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സ്തോത്രഭാഗം ഞാൻ വിളിക്കുക, പിതാവിന്റെ മുമ്പിൽ. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് 6 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 6 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനകത്ത് ഒരു കാര്യം, ഒരു വിഷയം മാത്രമാണ് ഭൗതിക വിഷയം. ഇതിനകത്ത് 6 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. 6 പ്രാർത്ഥനാ വിഷയങ്ങളിൽ 5 വിഷയങ്ങളും ആത്മീകമാണ്, ഒരു വിഷയം ഭൗതികമാണ്. സ്തോത്രം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 6 വിഷയം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, 5 എണ്ണവും ആത്മീയ വിഷയമാണ്. 4ാമത്തെ പ്രാർത്ഥനാ വിഷയം മാത്രം ഭൗതിക വിഷയം. സ്തോത്രം. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? നമ്മുടെ ആത്മീയ വിഷയത്തിനും ദൈവം പ്രവർത്തിക്കും, നമ്മുടെ ഭൗതിക വിഷയത്തിനും ദൈവം പ്രവർത്തിക്കും.
സ്തോത്രം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, നമ്മുടെ ആത്മീയ വിഷയത്തിലും ദൈവം പ്രവർത്തിക്കും, നമ്മുടെ ഭൗതിക വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇന്ന് രാത്രി സന്തോഷമുള്ളവര് ആ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറഞ്ഞാണ്. നമ്മുടെ ആത്മീയ വിഷയത്തിലും ദൈവത്തിന് ദൈവം പ്രവർത്തിക്കും, നമ്മുടെ ഭൗമിക വിഷയത്തിലും ദൈവം പ്രവർത്തിക്കും. പിന്നെ ഇതിനകത്ത് മറ്റൊരു വിഷയം, ഈ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആത്മീക വിഷയത്തിനാണ്. ഭൗതിക വിഷയത്തിന് 2ാം സ്ഥാനമാണ്. സ്തോത്രം. അതിന്റെ അർത്ഥം എന്നറിയാവോ? ആത്മീകം ശരിയായാൽ ഭൗതികം ശരിയാവും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ശരിയാകേണ്ടത് ആത്മീക ജീവിതമാണ്, 2ാമത് ഭൗതികം ശരിയാവും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഒന്നാമത് ക്രമീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ആത്മീക ജീവിതമാണ്. അത് ശരിയായാൽ ഭൗതികം ശരിയാവും. നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രാധാന്യത നൽകേണ്ടത് ആത്മീയ വിഷയത്തിനാണ്. ഈ 2 വിഷയം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കും. സമയം പോലെ 2 വിഷയവും ചിന്തിക്കും. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ആത്മീക വിഷയത്തിനാണ്. 2ാം സ്ഥാനമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഭൗതിക വിഷയത്തിൽ. ഈ 6 പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഒന്നാമത്തെ വിഷയം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഞാൻ മുഖാന്തരം ദൈവനാമം എന്ന് ദുഷിക്കപ്പെടരുത്. 2ാമത്തെ പ്രാർത്ഥനാ വിഷയം, ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിറവേറണം. അതാണ് 2ാമത്തെ പ്രാർത്ഥന വിഷയം. 3ാമത്തെ പ്രാർത്ഥനാ വിഷയം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. സ്തോത്രം. 4ാമത്തെ വിഷയമാണ് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനാ വിഷയം, അന്നു വേണ്ടുന്ന കാര്യം, ഭൗതിക ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. 5ാമത്തെ പ്രാർത്ഥനാ വിഷയം, അന്യോന്യമുള്ള ബന്ധം ശരിയാകണം. 5ാമത്തെ അത് ശരിയായാലേ കാര്യമുള്ളൂ. അന്യോന്യമുള്ള ബന്ധം ശരിയാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. 6ാമത്തെ പ്രാർത്ഥനാ വിഷയം, പാപത്തിന്റെ പേരിലുള്ള ജയം ദൈവം തരണം. ഇത് എന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പഠിക്കണം, യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാധാന്യം നൽകി പ്രാർത്ഥിച്ചത് ആത്മീക വിഷയമാണ്. അതിനകത്ത് മറ്റൊരു പാഠം, നമ്മുടെ ആത്മീക വിഷയത്തിനും നമ്മുടെ ഭൗതിക വിഷയത്തിനും പ്രവർത്തിക്കാൻ ദൈവം സന്നദ്ധനാണ്, ദൈവത്തിന് താല്പര്യമാണ് എന്നൊരു ദൂത ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഇനി അതായത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആത്മീയ വിഷയത്തിന് 1ാം സ്ഥാനം ദൈവം നൽകി. ഇനി യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അതിനകത്തെ വിഷയങ്ങൾ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് സമയം പോലെ വായിക്കണം. യോഹന്നാൻ 17:1-26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഇതിനകത്ത് യേശു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ ഒരു പ്രാർത്ഥന. അപ്പൊ നമുക്കൊരു ചിന്ത, യേശു ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? യോഹന്നാൻ 17:9 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17 യേശുവിന്റെ പ്രാർത്ഥനയാണ്. യേശു ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ശിഷ്യന്മാർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിന്റെ പ്രാർത്ഥനയാണ്. യേശു ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇനി അടുത്ത വിഷയം, ഇനി ആർക്ക് വേണ്ടിയാണ്? അതിനകത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, മറ്റു ചിലർക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിച്ചു. യോഹന്നാൻ 17-ാം അധ്യായം 20-ാം വാക്യം ഞാൻ വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ യേശു ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി എനിക്ക് സന്തോഷമുണ്ട്, യേശു വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനകത്ത് എന്റെ പേരും കൂടെ ഉണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മളും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കാര്യം, നമ്മൾ രക്ഷിക്കപ്പെടാൻ കാര്യം, നമ്മൾ സ്നാനപ്പെടാൻ കാര്യം,
നമ്മൾ ശുശ്രൂഷയിൽ വരാൻ കാര്യം, ദൈവം നമ്മളെ നടത്താൻ കാര്യം, അന്നത്തെ യേശുവിന്റെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടായിരുന്നു. സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ കാണാൻ ആരുമില്ല, ഇരിക്കുന്ന സ്ഥലത്ത് അന്നത്തെ പ്രാർത്ഥനയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് ആ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധി പറയാം. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടായിരുന്നു. യേശു പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2, വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ വിഷയം, എന്തിനു വേണ്ടി യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും യേശു പ്രാർത്ഥിച്ചപ്പോൾ എന്തായിരുന്നു യേശുവിന്റെ പ്രാർത്ഥനാ വിഷയം? എന്തിനു വേണ്ടി യേശു പ്രാർത്ഥിച്ചു? കല്യാണം നടക്കാനാണോ? മുട്ടുവേദന മാറാനാണോ? ഘടഭാരം മാറാനാണോ? എന്തിനു വേണ്ടി യേശു പ്രാർത്ഥിച്ചു? ഇതിനു വേണ്ടി ഒന്നുമല്ല യേശു പ്രാർത്ഥിച്ചു. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മറുപടിയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ഭാഗത്ത് ഉണ്ട്, ശ്രദ്ധിക്കണേ. യേശു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? യേശുവിന്റെ പ്രാർത്ഥനാ വിഷയം. സ്തോത്രം. യോഹന്നാൻ 17:11, യോഹന്നാൻ സുവിശേഷം 17:11, യേശു ഈ 2 ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനാ വിഷയം ഞാൻ വായിക്കാം. യോഹന്നാൻ 17:11, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, പരിശുദ്ധ പിതാവേ, ഇവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് ഇവരെ തന്നിരിക്കുന്നു. നിന്റെ നാമത്തിൽ നീ അവരെ കാത്തുകൊള്ളണം. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, നമ്മെ പോലെ അവരൊന്നാകണം. യേശുവിന്റെ പ്രാർത്ഥനാ വിഷയം ഒന്നാകണം. സഭയുണ്ടാകുന്നതിന് മുമ്പേ യേശു പ്രാർത്ഥിച്ചു, ഒന്നാകണം. കുടുംബത്തിൽ, സഭയിൽ ഒന്നാകണം. എന്താ പ്രാർത്ഥിക്കാൻ കാര്യം? ഒന്നാകാൻ അനുവദിക്കാത്ത ഒരു ദുഷ്ടശക്തിയുണ്ട്, ഒന്നാകാൻ അനുവദിക്കാത്ത പൈശാചിക പോരുകളുണ്ട്, ഒന്നാകാൻ അനുവദിക്കാത്ത വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, നമ്മെ പോലെ അവരും ഒന്നാകണം. സ്തോത്രം. വേർപാട് നമ്മുടെ ഐക്യതയിൽ തികയണം. പ്രിയപ്പെട്ടവരെ, യേശു സ്തോത്രം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം, യേശു ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം ഐക്യതയായിരുന്നു, ആത്മീയ വിഷയമായിരുന്നു. ഈ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം 17:15 ഞാൻ വായിക്കാം. അവരെ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. രണ്ടാമത്തെ യേശുവിന്റെ വിഷയം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണം. ദൈവമക്കളെ, യേശു മുമ്പേ കണ്ട് പ്രാർത്ഥിച്ചു, ഇന്ന് രാത്രി ദുഷ്ടശക്തികൾ നമ്മളെ അകപ്പെടുത്തി കളയാൻ, അവന്റെ കയ്യിൽ കുരുക്കുവാൻ, നമ്മളെ ബന്ധിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ അണിയറയിൽ പദ്ധതിയിടുമ്പോൾ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി അരിമനാഥൻ പ്രാർത്ഥിക്കുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നീ അവരെ വിടുവിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം, എത്രമാത്രം ആത്മശക്തി പ്രാപിക്കണം, എത്രമാത്രം ആത്മത്രവും പ്രാപിക്കണം. ദുഷ്ടവ്യാപാരങ്ങൾ അകപ്പെടുത്തി കളയാൻ പദ്ധതിയിടുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥന ആത്മീയമാകയാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. യേശുവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം 17:18, നീ ലോകത്തിൽ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർ വിശുദ്ധരാകണം. യേശുവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം സ്തോത്രം, വിശ്വസിക്കാൻ ഇരിക്കുന്നവരും ശിഷ്യന്മാരും വിശുദ്ധരായി തീരണം. അവരൊന്നാകണം. 2, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. 3, അവര് വിശുദ്ധരാകണം. നാലാമത്തെ പ്രാർത്ഥന വിഷയം കൂടെ പറഞ്ഞു നിർത്താം. യോഹന്നാൻ 17:13, ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. സ്തോത്രം. എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകണം. യേശുവിന്റെ പ്രാർത്ഥനാ വിഷയം കടം വന്നാൽ, കാശ് കയ്യിലില്ലെങ്കിൽ, ജോലി പോയാൽ, വരുമാനം കുറഞ്ഞാൽ നഷ്ടപ്പെടാത്ത പൂർണ്ണമായ ഒരു സന്തോഷം നാം പ്രാപിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ
ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ആത്മീയ വിഷയത്തിന് പ്രാധാന്യം നൽകി പ്രാർത്ഥിച്ചാൽ ഭൗതിക കാര്യത്തിന് ഒത്തിരി കരയേണ്ടി വരികയില്ല. സ്വർഗം അത്ഭുതം ചെയ്യും. ദൈവാത്ഭുതം ചെയ്യും. ദൈവാത്ഭുതം ചെയ്യും. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ വിശുദ്ധരാകണം. ഞാൻ പറയട്ടെ, വീട് കിട്ടി, കാറ് കിട്ടി, കൊച്ചിന് എല്ലാത്തിനും A+ കിട്ടി, വിശുദ്ധ ജീവിതമില്ലെങ്കിൽ എന്താ കാര്യം? ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്, വീട്ടിൽ കാറുണ്ട്, ബംഗ്ലാവുണ്ട്, കൊച്ചിനെല്ലാത്തിനും A+, പക്ഷെ വിശുദ്ധ ജീവിതമില്ല. എന്ത് കാര്യം? എന്ത് പ്രയോജനം? ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ വിഷയത്തിന് മുൻതൂക്കം നൽകി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഭൗമിക വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനമാണ്, തിരുവെഴുത്തിന്റെ അടിത്തറയാണ് ഇന്ന് രാത്രി. ഇനി യേശു മാത്രമല്ല, യേശുവിനെ അനുകരിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥന ബൈബിളിൽ പല സ്ഥലത്ത് കിടപ്പുണ്ട്. ഒരു കാര്യം മാത്രം വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഒരു കാര്യം മാത്രം. പൗലോസിന്റെ പ്രാർത്ഥന എവിടെ കിടന്നാ പ്രാർത്ഥിക്കുന്ന അറിയാം? എഫേസ്യ ലേഖനത്തിലെ ഒരു പ്രാർത്ഥന ഞാൻ പറയാം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്. ഇനി കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എന്താ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? എഫേസ്യർ 3:15 മുതൽ ഞാൻ വായിക്കുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസ് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നും പൗലോസെ വേറെ ഒരു വിഷയവും ഇല്ല പ്രാർത്ഥിക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ അന്നത്തെ ആളുകൾ സമ്പന്നരൊന്നുമല്ല. കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന, പീഡകളിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്കറിയാമോ? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവർ ശക്തിയോടെ ബലപ്പെടണം. ഇത് ആത്മീയമാണോ ഭൗതികമാണോ? ഇതൊരു പ്രധാന വിഷയമാണ്. ഇന്ന് പകൽ ഈ രാത്രി ഞാൻ കാര്യം പറയാം. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയോടെ ബലപ്പെട്ടേ മതിയാവും. ഈ കാലത്ത് നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തും പുറത്തും ബൈബിൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ട്. ഇവിടെ പൗലോസ് പ്രാർത്ഥിച്ചത് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എന്നാൽ പുറത്തൊരു മനുഷ്യനുണ്ടെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും. അപ്പൊ പുറമേ ഒരു മനുഷ്യനുണ്ട്, അകത്തൊരു മനുഷ്യനുണ്ട്. എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, പുറത്തൊരു മനുഷ്യനുണ്ട്. ഇനി അകമയുള്ള മനുഷ്യനെ കൊണ്ട് എന്താ? പുറമേയുള്ള മനുഷ്യൻ എന്തിനാ? ലോകവുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ്. അകമയുള്ള മനുഷ്യനോ ദൈവവുമായി ബന്ധപ്പെടാൻ വേണ്ടി. പൗലോസ് പറഞ്ഞു പുറത്തൊരു മനുഷ്യനുണ്ട്, അകത്തൊരു മനുഷ്യനുണ്ട്. പുറമേയുള്ള മനുഷ്യന് ലോകവുമായി ബന്ധപ്പെടണം. നമുക്ക് ജോലി ചെയ്യണം, ബിസിനസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. പുറമേയുള്ള മനുഷ്യൻ ഈ ലോകവുമായി ബന്ധപ്പെടുന്നു. അകമേയുള്ള മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെടുന്നു. ആത്മലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ പുറമേയുള്ള മനുഷ്യന് പറ്റുകയില്ല. അകമേയുള്ള മനുഷ്യന് മാത്രമേ സ്തോത്രം ആത്മീയ ലോകവുമായി ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ. പുറമേയുള്ള മനുഷ്യന് ഈ ലോകവുമായി ബന്ധപ്പെടാൻ കഴിയും. ഇനി പുറമേയുള്ള മനുഷ്യന്റെ ആഹാരം എന്ത്? അകമേയുള്ള മനുഷ്യന്റെ ആഹാരം എന്താ? ലൂക്കോസ് 4:4 ഞാൻ വായിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പം വചനം. പ്രിയപ്പെട്ടവരെ, അകമേയുള്ള മനുഷ്യന്റെ ആഹാരം വചനമാണ്. പുറമേയുള്ള മനുഷ്യന്റെ ആഹാരം അപ്പമാണ്. പൊറോട്ട, ചിക്കൻ, കപ്പ, മീന്, ചോറ്, ബിരിയാണി, ഇതൊക്കെ പുറമേയുള്ള മനുഷ്യന്റെ ആഹാരമാണ്. അകമേയുള്ള മനുഷ്യന്റെ ആഹാരം വചനമാണ്. ഇന്ന് രാത്രി ക്ഷമയോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി ബലപ്പെട്ടോണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടി കാണും, പുറമേ ഉള്ളവന് ബോറടി കാണും, പുറമേ ഉള്ളവന് തലവേദന കാണും, പുറമേ ഉള്ള മനുഷ്യന് ഉറക്കം വരുന്നുണ്ടായിരിക്കും.
പുറമേയുള്ള മനുഷ്യനെ എഴുന്നേച്ച് പോകാൻ തോന്നുന്നുണ്ടായിരിക്കും. കാരണം പുറമേ ഉള്ളവൻ ഇതിനകത്തൊന്നും കിട്ടുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അകമേയുള്ള മനുഷ്യൻ ഇന്ന് രാത്രി പുതുക്കം പ്രാപിക്കുന്നു എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ആശുപത്രിയൊക്കെ പുറമേയുള്ള മനുഷ്യന് വേണ്ടിയിട്ട്. നമ്മൾ ഒരു ആണ്ട്, ഒരു വർഷം പുറമേ ഉള്ളവന് വേണ്ടി എത്ര രൂപയാണ് നമ്മൾ ചെലവിടുന്നത്? പുറമേ ഉള്ളവന് വേണ്ടി എത്ര സമയമാണ് നമ്മൾ ചെലവിടുന്നത്? ഞാൻ ചോദിക്കട്ടെ, അകത്തൊരു മനുഷ്യനുണ്ട് കേട്ടോ, അതിനെ ശ്രദ്ധിക്കാറുണ്ടോ? അതിനുവേണ്ടി സമയം ചെലവിടാറുണ്ടോ? അതിനുവേണ്ടി പണം ചെലവിടാറുണ്ടോ? വചനം വായിക്കാറുണ്ടോ? വചനം കേൾക്കാറുണ്ടോ? ആരാധിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവശബ്ദം കേൾക്കാറുണ്ടോ? അകമയുള്ള മനുഷ്യന് വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അകമേയുള്ളവന് വേണ്ടി സമയം ചെലവിടുന്നില്ലെങ്കിൽ അകത്തെ മനുഷ്യൻ കിടപ്പിലായി. ഇന്ന് രാത്രി അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കട്ടെ. ആത്മമനുഷ്യൻ ബലം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്ര. സകല ഇരുട്ടിന്റെ അധികാരങ്ങളും നിന്നെ ഭയപ്പെടണമെങ്കിൽ, പൈശാചിക വ്യാപാരങ്ങൾ നിന്നെ പേടിക്കണമെങ്കിൽ, ദുർഘടങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറണമെങ്കിൽ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഒന്നാം ഭാഗം ഞാൻ നിർത്തുക. പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ആത്മീകത്തിനാണ്. യേശുവിന്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരുന്നു. പൗലോസിന്റെ കൊലോസ്യ ലേഖനത്തിലെ, എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആത്മീക വിഷയത്തിന് പ്രാധാന്യം കൊടുത്തു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു ആത്മീക വിഷയത്തിന് പ്രാധാന്യം കൊടുത്തു. യേശുവിനെ അനുകരിക്കുന്ന പത്രോസ്, പൗലോസ് തുടങ്ങിയ സകല അപ്പോസ്തലന്മാരുടെയും പ്രാർത്ഥനയിൽ ആത്മീക വിഷയത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവവൈതലെ, നീയും നിന്റെ പ്രാർത്ഥനയിൽ ആത്മീക വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇനി രണ്ടാമത്തെ നമ്മുടെ ചിന്ത, ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ചെയ്തു തരാൻ ദൈവം സന്നദ്ധ. പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ആത്മീക വിഷയത്തിനാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഭൗതിക വിഷയത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിന് യാതൊരു മടിയുമില്ല. അവൻ പ്രവർത്തിക്കും. ഒത്തിരി വാക്യങ്ങൾ ഇന്ന് രാത്രിയുണ്ട്. സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ സ്തോത്രം ചിന്തിച്ച അതിൽ ഒന്നിട്ട് വാക്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ലൂക്കോസ് 18:7 ഞാൻ വായിക്കാം. ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദൈവമോ തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവന് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രവർത്തിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? രാവും പകലും പ്രാർത്ഥിക്കണം. ഒരു പൊത്തുവരുത്ത പ്രാർത്ഥനയല്ല കേട്ടോ. നിന്റെ ഭൗതിക വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇവിടുത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. രാപ്പകൽ നിലവിളിക്കുന്ന വ്രതന്മാർ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വചനം പ്രസംഗിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലെ, രാപ്പകൽ നിലവിളിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടാതിരിക്കത്തില്ല. രാവും പകലും പ്രാർത്ഥിക്കണം. 88 സങ്കീർത്തനം 1-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. സ്തോത്രം. പഴയ നിയമ ഭക്തന്മാർ, പുതിയ നിയമ ഭക്തന്മാർ രാവും പകലും നിലവിളിച്ചു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. രാവും പകലും വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അല്പം വൈകിയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ആലോചന പറയുകയാണ്. ദൈവം പ്രവർത്തിക്കും. ആ വിധവ ചെയ്തൊരു കാര്യം അറിയാമോ? വിധവ, സ്തോത്രം, ആ ന്യായാധിപനെ അസഖ്യപ്പെടുത്തിയത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ അസഖ്യപ്പെടുത്തരുത്. പ്രസാദമുള്ളത് ചെയ്ത് നമ്മൾ ദൈവത്തെ അസഖ്യപ്പെടുത്തണം. സ്തോത്രം. ഒരു വാക്യം, അസഖ്യപ്പെടുത്തിയുള്ള പ്രാർത്ഥന. അതാണ് യേശു ഇവിടെ പറഞ്ഞത്.
യെശയ്യാവ് 62-ന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെയാക്കിയിരിക്കുന്നു. ആരാണ് കാവൽക്കാർ? പ്രാർത്ഥനക്കാരാണ് കാവൽക്കാർ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ വീടിന്റെ കാവൽക്കാരനാണ് നീ. നിന്റെ ഭവനവും നിന്റെ തലമുറയെയും പിശാച് തൊടാതിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന നീയുള്ളത് കൊണ്ടാ. നിന്റെ കുടുംബത്തിൽ അനർത്ഥം വരാതിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരെണ്ണമെങ്കിലും ഒരു വീട്ടിൽ കാണും, അതുകൊണ്ടാ. തലമുറ ബന്ധിക്കപ്പെടാതിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വീട്ടിൽ കാണും. പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ നീ നിന്റെ കുടുംബത്തിന്റെ കാവൽക്കാരനാണ്, നിന്റെ ദേശത്തിന്റെ കാവൽക്കാരനാണ്. എന്നിട്ട് പറയുന്നു, അവർ രാവോ പകലോ ഒരിക്കലും വിട്ടാതിരിക്കുന്നില്ല. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യനോട് സംസാരിക്കരുത്, ദൈവത്തോട് സംസാരിക്കണം. വേണമെങ്കിൽ സംസാരിക്കല്ലെന്നല്ല. നമ്മുടെ കാര്യങ്ങൾ മനുഷ്യനോട് മിണ്ടരുത്, ദൈവത്തോട് സംസാരിക്കണം. അവിടെ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞോ, രാവോ പകലോ ഒരിക്കലും വിട്ടാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. സ്തോത്രം. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ, പാസ്റ്റർ വരുന്നത് പോലെ വരട്ടെ, ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ ദൂത് കേട്ടപ്പോ പറഞ്ഞതുപോലെ എന്താ പറഞ്ഞതെന്നറിയാമോ? അവൻ യഹോവയല്ലോ, അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മക്കളെ ശാസിച്ചില്ല എന്നല്ല, വരുന്നത് പോലെ വരട്ടെന്നല്ല. ഇന്ന് രാത്രി യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ വിടുതൽ കിട്ടുന്നിടം വരെ, മറുപടി വെളിപ്പെടുന്നിടം വരെ, വഴികൾ തുറക്കുന്നിടം വരെ നീ വിടാതെ ഇരിക്കരുത്, നീ സ്വസ്ഥമായിരിക്കരുത്. നീ രാവും പകലും നിന്റെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പോകുന്നെങ്കിൽ പോട്ടെന്നല്ല. എനിക്കതിന് മറുപടി വേണം, എനിക്ക് ആ വഴി തുറന്ന് കിട്ടണം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ഇന്ന് രാത്രി ഇതിന് മറുപടി കിട്ടിയേ പറ്റൂ. നീ സ്വസ്ഥമായി ഇരിക്കരുത്. മറുപടി വെളിപ്പെടുന്നിടം വരെ, മറുപടി വെളിപ്പെടുന്നിടം വരെ, വഴികൾ തുറക്കപ്പെടുന്നിടം വരെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്നോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ സ്വസ്ഥമായി ഇരിക്കരുത്, നീ സ്വസ്ഥമായി ഇരിക്കരുത്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്റെ താഴോട്ട് പറയുകയാണ്, അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഹല്ലേലൂയ. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുക. വാക്കിന്റെ ട്രാൻസ്ലേഷൻ, യെരൂശലേമിനെ ഉറപ്പിക്കുന്നിടം വരെ. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ആടി ഉലയുകയാണ്. അതിന് പരിഹാരം വന്നൊരു സ്ഥലത്ത് ഉറയ്ക്കുന്നിടം വരെ, യെരൂശലേമിനെ ജാതികളുടെ നടുവിൽ ഒരു പ്രശംസാ വിഷയം ആകുന്നിടം വരെ, സ്തോത്രം, നീ മൗനമായിരിക്കരുത്, നീ സ്വസ്ഥത കൊടുക്കരുത്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി വെച്ചെടുക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥിച്ചാൽ ഭൗതിക വിഷയം മറുപടി ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി രാവും പകലും സ്വസ്ഥത കൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ഇത് വചനത്തിന്റെ വ്യവസ്ഥയാണ്. മറുപടിയുണ്ട്. അടുത്തൊരു കാര്യം കൂടെ, പ്രാർത്ഥനയുടെ ശക്തി. അത് പറയാൻ വേണ്ടി നിങ്ങൾ ബൈബിളിൽ നിന്നൊരു വാക്യം നമുക്ക് ഇന്ന് രാത്രി വായിക്കും. പ്രാർത്ഥനയുടെ ഒരു ശക്തിയെ കുറിച്ച് പറയാൻ വേണ്ടി 2 രാജാക്കന്മാർ 13-ാം അധ്യായം 14 മുതൽ തുടങ്ങി 18 വരെയുള്ള വാക്യം. 2 രാജാക്കന്മാർ 13-ന്റെ 14 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കും. അക്കാലത്ത് എലീശ മരണഹേതുവായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിന് നേരെ കുനിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രയേലിന്റെ തേരും തേരാണിയുമായുള്ളവേ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു. അവൻ കൈ വെച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ തുറന്നപ്പോൾ എയ്ക എന്ന് എലീശ പറഞ്ഞു. അവൻ എയ്താറെ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ.
നീ ആഫോക്കിൽ വെച്ച് അരാമിനെ തോൽപ്പിച്ചു അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു. അമ്പെടുക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ എടുത്തു. നിലത്തടിക്ക എന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ച് നിർത്തി. അത് നിർത്തിയതെന്ത് എന്ന് പ്രവാചകൻ ചോദിക്കുകയും കോപിക്കുകയും ചെയ്തു എന്ന് താഴോട്ട് നമ്മൾ വായിക്കും. സ്തോത്രം. ഇസ്രായേൽ രാജ്യം ഭരിച്ച രാജാക്കന്മാരുടെ കാലം വെച്ച് നോക്കിയ എലീശ മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുകയാണ്. ഒരു മരിക്കത്തക്ക രോഗം. ഏകദേശം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏകദേശം 80 വയസ്സ് പ്രായം എലീശയ്ക്കുണ്ട്. 80 വയസ്സ് പ്രായം. ഒരു പ്രവാചകനാണ് 80 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ രോഗം പിടിച്ചേക്കുന്നു. സാധാരണ രോഗമല്ല, മരിക്കത്തക്ക രോഗം. സ്തോത്രം. എന്താ ഇങ്ങനെയൊക്കെ വരാൻ കാര്യം? പ്രവാചകനല്ലേ, 80 വയസ്സില്ലേ, വന്ന രോഗം പനിയും അങ്ങനെ ചെറിയ രോഗമൊന്നുമല്ല, മരിക്കത്തക്ക രോഗം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി മറക്കരുത്, നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനുള്ള വിവിധ മുഖാന്തരങ്ങളിൽ ഒന്നാണ് ഇവിടെ സംഭവിച്ചത്. വിവിധ മുഖാന്തരങ്ങളിലൊന്ന്. അവൻ മരിക്കത്തക്ക രോഗം പിടിച്ചു കിടക്കുമ്പോൾ ഇസ്രായേൽ രാജാവ് അവന്റെ അടുക്കൽ ചെല്ലുകയാണ്. സാധാരണക്കാരനല്ല, രാജ്യം ഭരിക്കുന്ന രാജാവ്. അവരുടെ അടുത്ത് ചെല്ലുക, രാജ്യം ഭരിക്കുന്ന രാജാവ് ചെല്ലുകയാണ്. രാജ്യം ഭരിക്കുന്ന രാജാവ് എലീശയുടെ കിടപ്പ് കണ്ടിട്ട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. അവനിങ്ങനെ പറയുന്നത്, അവന്റെ മുഖത്തിന്റെ നേരെ കുനിഞ്ഞു കരഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമുള്ളവേ എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് പറഞ്ഞു. സ്തോത്രം. എന്താ ഇങ്ങനെ ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് പറയാൻ കാര്യം എന്താ? ഇതിനു മുമ്പ് ഏലിയാവ് ഇത് പറഞ്ഞു. ഏലിയാവ് 2 രാജാക്കന്മാർ 2:12 ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്നും നിലവിളിച്ചു. അങ്ങനെ എടുക്കപ്പെട്ടത്. ആ സംഭവം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവിന്റെ ശിഷ്യനായ എലീശ വിളിക്കുന്നു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ. എന്താ ഇങ്ങനെ വിളിക്കാൻ കാര്യം? എന്താ ഇതിങ്ങനെ വിളിക്കാൻ കാരണം? നിങ്ങൾക്കറിയാമോ, ഈ തേരും തേരാളിയും എന്ന വാക്ക് ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ കാണിക്കുന്ന വാക്കാണ്. തേരും തേരാളിയും യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ സൈനിക ബലത്തെ കാണിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് തേരും തേരാളികളും. സ്തോത്രം. ഇങ്ങനെ വിളിക്കാൻ ഒരു കാര്യമുണ്ട്. അന്ന് ഇസ്രായേലിന്റെ സൈന്യബലം എന്തായിരുന്നു എന്ന് വായിച്ചാലേ ഈ വാക്കിന്റെ അർത്ഥം പിടിക്കത്തുള്ളൂ. അന്ന് ഇസ്രായേലിന്റെ സൈനിക ശക്തി എന്തായിരുന്നു? 2 രാജാക്കന്മാർ 13:7 ഞാൻ വായിക്കാം. അവൻ യഹോവാസിന് 50 കുതിരച്ചേവകരെയും 10 രഥങ്ങളും 10,000 കാലാളുകളെയും അല്ലാതെ മറ്റു യാതൊരു പടജനത്തെയും ശേഷിപ്പിച്ചില്ല. അരാം രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടി പോലെയാക്കി. അപ്പൊ അരാം രാജാവ് വന്നതെന്നറിയാമോ? 50 ഇപ്പൊ ഉള്ളത് 50 കുതിരച്ചേവകര്, 10 രഥങ്ങള്, 10,000 കാലാളുകളെ ആകപ്പാടെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ സൈനിക ശക്തിയാ. 50 കുതിരച്ചേവകര്, 10 രഥം, 10,000 കാലാളുകളും. വേറെ ഒരു സൈനിക ശക്തിയും ഇസ്രായേലിനില്ല. ആ സമയത്ത് ഇസ്രായേൽ രാജാവായ യോവാശ് പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവെന്ന് ആരെയാ വിളിച്ചത്? 10,000 കാലാളുകളെ അല്ല, 50 രഥങ്ങളെ നോക്കിയല്ല, പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ നോക്കി രാജാവ് പറയുന്നു, ഇസ്രായേലിന്റെ തേരും തേരാളികളും പ്രാർത്ഥിക്കുന്ന പ്രവാചക നീ ആയിരുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ രാജ്യത്തെ സംരക്ഷിച്ചത്, എന്റെ രാജ്യത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത് രഥങ്ങളും കുതിരകളും കുതിരച്ചേവകന്മാരുമല്ല. ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ ഇസ്രായേൽ രാജ്യത്തെ നിർത്തിയത്
നിന്റെ പ്രാർത്ഥനയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ഒരു രാജാവ് പറയുന്നു, എന്റെ രാജ്യത്തെ നിർത്തിയത് ഒരു പ്രവാചകനാണ്. എന്റെ രാജ്യത്തെ നിലനിർത്തിയത് ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. സൈന്യത്തിന്റെ ശക്തിയല്ല. അരാം സൈന്യം യുദ്ധത്തിന് വന്നപ്പോൾ, ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നപ്പോൾ, പോരാട്ടങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ, ഞങ്ങളെ കവർന്നുകൊണ്ട് പോകാനായിട്ട് അവർ വന്നപ്പോൾ, ഞങ്ങൾ വിടുവിക്കപ്പെട്ടത് സൈനിക ബലം കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾ വിടുവിക്കപ്പെട്ടത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീ വിടുവിക്കപ്പെട്ടത് ഡോക്ടറെ കണ്ടിട്ടായിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി പുറകിലുണ്ട്. ഇന്ന് രാത്രി നിന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കുന്നത് ഒരുപക്ഷെ നിന്റെ കഴിവാണെന്ന് നിനക്ക് തോന്നും. അല്ല കേട്ടോ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിന്റെ പുറകിലുണ്ട്. നിനക്ക് നഷ്ടം വരാതെ, കഷ്ടം വരാതെ, ശത്രു നശിപ്പിക്കാതെ നീ നിലനിൽക്കാൻ കാര്യം നിന്റെ കഴിവ് കൊണ്ടല്ല. പ്രാർത്ഥിക്കുന്ന കുറച്ചുപേര് നിന്റെ പുറകിലുണ്ട്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത്, നിന്റെ തലമുറയെ സംരക്ഷിക്കുന്നത്, നിന്റെ ജോലിയെ സംരക്ഷിക്കുന്നത്, നിന്റെ ബിസിനസിനെ സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ. മാരകമായ വ്യാധി നിന്നെ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റാതെ സംരക്ഷിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. എത്ര പേര് സ്തോത്രം പറയും? എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? പ്രാർത്ഥനയുടെ ശക്തിയാണ്, പ്രാർത്ഥനയുടെ ശക്തിയാണ്. ദൈവങ്ങളെ, ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരൊക്കെയോ നമുക്ക് വേണ്ടി കരയുന്നു. അതുകൊണ്ടാണ് നീ തകർന്നു പോകാതെ നിലനിൽക്കുവാനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ തേരാളിയാ, സൈന്യങ്ങളല്ല, കാലാളുകളല്ല, നീയാ നിർത്തിയത്. പ്രാർത്ഥിക്കുന്ന നീയാ ഞങ്ങളുടെ രാജ്യത്തെ നിർത്തിയത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരെ ആര് പരിഹസിച്ചാലും പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. നിന്റെ കുടുംബം പകരാതെ നിൽക്കുന്നത് പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. അവിടെ പ്രവാചകൻ ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്റെ മേൽ വെക്കാം എന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ എലീശ തന്റെ കൈ ആ രാജാവിന്റെ കൈയുടെ മേൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അരാമ്യരുടെ നേരെയുള്ള ജയാസ്ത്രമാണിത്. എന്താ പറയാൻ കാര്യം? പറയാൻ കാര്യമുണ്ട്. യെശയ്യാവ് 63:12 നമ്മൾ വായിക്കുമ്പോൾ, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈയാൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, മോശ ചെങ്കടലിന്റെ മീതെ കൈനീട്ടിയപ്പോൾ ചെങ്കടൽ എങ്ങനെ വിഭാഗിക്കപ്പെട്ടു? യെശയ്യാ 63:12 യെശയ്യാ പ്രവാചകൻ വെളിപ്പാടിൽ പറയുന്നു, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ ബലഹീന കരത്തിന്റെ മേൽ ചെല്ലുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? മോശയെ നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം. നീ സംസാരിച്ചപ്പോൾ ആ കാര്യം നടന്നത്, നീ ചെന്നപ്പോൾ അത് പരിഹരിക്കപ്പെട്ടത് നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നിന്റെ കരത്തിന്റെ മേൽ വരുമാറാക്കിയ ദൈവം. നിന്റെ പ്രതിസന്ധികളെ നേരിടാൻ നീ പോയിക്കും. നീ സംസാരിക്കേണ്ടവരോട് നീ സംസാരിക്കും. നീ കയറിച്ചെന്റെ ഓഫീസിൽ നീ ധൈര്യമായിട്ട് കയറിച്ചെല്ല്. ഇന്ന് രാത്രി പേടിക്കരുത്. ദൈവത്തിന്റെ മഹത്വമുള്ള അദൃശ്യ ഭുജം ദൈവം നിന്റെ മേൽ പകരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ആ വില്ലെടുത്ത് സ്തോത്രം അടിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ സംഭവിച്ച വിഷയം ഇതാണ്. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം, ആ ബില്ലെടുത്ത് അടിക്കാൻ പറഞ്ഞു. 3 പ്രാവശ്യം അടിച്ചിട്ട് അടിക്കൽ നിർത്തി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ 3 പ്രാവശ്യം കൊണ്ട് നിർത്തിയതെന്ത്? നീ 3 പ്രാവശ്യം അടിച്ച് നിർത്തിയത് കൊണ്ട് നീ 3 പ്രാവശ്യം തോൽപ്പിക്കും. നീ തുടർമാനം അടിച്ചിരുന്നെങ്കിൽ ഒത്തിരി വട്ടം നിന്റെ ശത്രുവിനെ നിനക്ക് തോൽപ്പിക്കാമായിരുന്നു. 2 രാജാക്കന്മാർ 13:25 നമ്മൾ വായിക്കുമ്പോൾ, യഹോവാസിന്റെ മകനായ യഹോവാസിന്റെ അപ്പനായ യഹോവാസിനോട് കസയേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവന്റെ മകനായ ബൽഹദദിനോട് തിരിച്ചു പിടിച്ചു.
3 പ്രാവശ്യം യോവാശ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിന്റെ പട്ടണങ്ങളെ വീണ്ടും കൊള്ളുകയും ചെയ്തു. 3 പ്രാവശ്യം അടിച്ചു നിർത്തി. അതുകൊണ്ട് 3 പ്രാവശ്യം തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആത്മീയ കാര്യങ്ങൾക്ക് നീ അളവ് വെക്കരുത്. നിന്റെ പ്രാർത്ഥന നീ നിർത്തരുത്. നിന്റെ ഉപവാസം നിർത്തരുത്. നീ പ്രാർത്ഥിച്ചോണ്ടേയിരിക്കണം, ഉപവസിച്ചോണ്ടേയിരിക്കണം. ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമായതുകൊണ്ട് ഞാൻ നന്ദിയോടെ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി 3 സ്തോത്രം പറഞ്ഞ് നിർത്തരുത്, 3 ഹല്ലേലൂയ പറഞ്ഞ് നിർത്തരുത്. സ്തോത്രം ഒരു അളവ് വെച്ച് ആത്മീയ കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ചെയ്യരുത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയും? എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടച്ച് നമുക്കെല്ലാം അല്പസമയം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അളവ് വെച്ചല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജയത്തിന്റെ അസ്ത്രം നിന്നോട് എതിർക്കുന്ന, നിന്നെ തകർക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന ദുഷ്ടപോരിഗണമേ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നിന്റെ വിഷയത്തിന്റെ മേൽ അദൃശ്യകരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. എല്ലാവരും ചെയ്യാം. ഉടരമനക ശാന്തരാധന അർഗജന ദിവൽക്കമന രഗദന അടകജന ദുരബലഘടകജന ദുരമ പ്രൗഢമനഘടകം ദൂരപ്രൗഢ. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. ആമേ. 2 സ്തോത്രം പറഞ്ഞ് നിർത്തരുത്, 3 സ്തോത്രം പറഞ്ഞ് നിർത്തരുത്. നിർത്താതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അല്പസമയം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിക്കുന്നവര് നിന്ദിക്കപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുന്നവര് പരിഹസിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മറുപടി വെളിപ്പെടുവാൻ സമയമായി. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാവരും ആ വചനമോർത്ത് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ എലീശ വിളിക്കുന്നു, ഇസ്രായേലിന്റെ തേരും തേരാളിയും. പ്രാർത്ഥിക്കുന്ന എലീശായെ നീയാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി നീയാണ്. മന്ത്രവാദങ്ങൾ അടുക്കാതെ, കൂടോത്രങ്ങൾ നിന്നെ തകർക്കാതെ, ആവകിച്ചു വിടുന്ന ആഭിചാരങ്ങൾ നിന്നെ തകർക്കാതെ നിന്റെ കുടുംബത്തെ നിലനിർത്തിയത് പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണെന്ന്. ഓ വിശരവഹംബരവലവ അർദ്ധനഘടകജന ദുരമനഘടകനഘടകം അസ്തനവൈഡവ ജനാദിയാന അംധൽകമന. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ COVID-19 കാലം നിനക്ക് പ്രതികൂലമാക്കി മാറ്റുവാൻ, നിന്റെ നന്മയെ ഇല്ലാതാക്കുവാൻ, നിന്റെ ജോലിയെ നഷ്ടപ്പെടുത്തുവാൻ ഈ പ്രത്യേക സമയത്തൊന്നും നടക്കത്തില്ലെന്ന് ആരൊക്കെ വിധി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ രാത്രി നിന്നോട് ദൂത് പറയുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ഈ COVID-19 കാലത്ത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ദൈവം നിനക്ക് വേണ്ടി ചേർന്ന് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഓ ഋഷരമന ഹബ്ദനാദന അംധന രഗനകൻ. നിന്റെ വരുമാനത്തെ കുറയ്ക്കാൻ, നിന്റെ ശമ്പളത്തെ വെട്ടിക്കുറയ്ക്കുവാൻ, നിന്റെ ജോലി ഇല്ലാതാക്കുവാൻ ഹല്ലേലൂയ പ്രതീക്ഷിച്ചത് പലതും ഈ COVID-19 തട്ടിത്തെറിപ്പിച്ചു എന്ന് ആരൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്കുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ 2 ദിവസം പങ്കെടുത്ത നല്ലവരായ എല്ലാ ദൈവമക്കളും സ്തോത്രം, എന്റെ സ്നേഹവന്ദനം ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞു. അവർക്ക് വേണ്ടിയൊക്കെ ഇന്ന് ഇവിടെ ഇരുന്ന് സ്തോത്രം പ്രാർത്ഥിക്കുന്നു. തുടർന്നും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ മതി. നിങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ പ്രത്യേക കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ അസാധ്യങ്ങൾ സാധ്യമാകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. സ്തോത്രം. ഇന്ന് വരെ നടക്കാത്ത ചിലത് ഈ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നടത്തും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിന്റെ വാക്കുകളെ നിർത്തുന്നു. പാസ്റ്റർ സജി യശയ്യ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പുത്രന്റെ വിലയേറിയ നാമത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയിലും അങ്ങയുടെ വിലയേറിയ പാദപീഠത്തിൽ മാറ്റമില്ലാത്ത വചനങ്ങളുടെ മുൻപിലായിരിക്കും